അപ്പം നമ്മൾ ആ ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസസ് എല്ലാം എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളത് ഇനി തുണിയിൽ നമുക്കതെങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഇത് മെയിൻ തുണി 1.25 മീറ്റർ ഉണ്ട്. അതാണ് മെയിൻ തുണി. കറക്റ്റ് ലൈനിങ് എൻ്റെ കയ്യിലില്ല. ലൈനിങ്ങിന് 1 മീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഇനി എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫോൾഡഡ് സൈഡിലാണ് നമ്മൾ ബാക്ക് പാർട്ട് വെക്കേണ്ടത്. കാരണം ബാക്ക് ഓപ്പൺ അല്ലല്ലോ. ഫോൾഡഡ് സൈഡിൽ വെച്ച് നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയെടുക്കുക കേട്ടോ. നമ്മൾ ആ ചാർട്ട് പേപ്പറിൻ്റെ ആ ഭാഗം നമ്മൾ വെട്ടിയെടുക്കുക. അതിനുശേഷം ഇത് ഫോൾഡഡ് സൈഡ് വേണമെന്നില്ല. ഫ്രണ്ട് പാർട്ടിന് വെട്ടുമ്പോൾ 2ആയിട്ട് മടക്കി വെച്ചാൽ മതി. അപ്പോൾ 2 ഭാഗത്തേക്ക് നമുക്ക് കിട്ടണ്ടേ. അപ്പോൾ നമ്മൾ 2ആയിട്ട് മടക്കി വെക്കുക. നമ്മൾ ആ ഒരു തുണിക്കനുസരിച്ച് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ, 2 ഭാഗത്തേക്കും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് നമ്മളത് മെയിൻ തുണിയിലേക്ക് വെക്കുക. മെയിൻ തുണി ആ ബാക്ക് പാർട്ട് ഇതുപോലെ ബാക്ക് പാർട്ടിൻ്റെ ചീത്ത ഭാഗത്താണ് നമ്മൾ ലൈനിങ് വെച്ചിരിക്കുന്നത്. കാരണം ബ്ലൗസിൻ്റെ അങ്ങനെയാണല്ലോ, മറച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ എങ്ങനെയാണോ ചെയ്യുക അതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ എല്ലാ ഭാഗം ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. ആ എല്ലാ ഭാഗം നമ്മളൊന്ന് 1/2 ഇഞ്ചിൽ നമ്മളൊന്ന് തയ്ച്ചെടുക്കുക, അന്ന് അത് ഫിക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് പാർട്ട് കണ്ടില്ലേ, ഫ്രണ്ട് പാർട്ട് നമ്മൾ കറക്റ്റ് ആ തുണി മുറിച്ചെടുത്ത് അതിൻ്റെ കണ്ടോ ഇതുപോലെ മുറിച്ചെടുത്ത് കറക്റ്റായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ മൊത്തം തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു 2 പീസുകൾ വെക്കേണ്ടത് കണ്ടോ, ആ ഒരു പാർട്ടിലാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആ ഒരു പാർട്ടിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ. ഇനി നമ്മളത് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്കൊരു ടക്ക് ഇടാനുണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത്. ആ ടക്കാണ് നമുക്ക് മെയിനായിട്ടുള്ള വേണ്ട ഒരു ടക്ക്. അപ്പോൾ അതിന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ബെൽറ്റിൻ്റെ തുണി. അപ്പോൾ ബെൽറ്റിന് വേണ്ടിയിട്ട് ഞാൻ അതേ പീസ് ഞാൻ കടലാസിൽ മുറിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് മുകളിലും അതുപോലെ തന്നെ 1/2 ഇഞ്ച് താഴെയും നമ്മൾ സീം അലവൻസ് ഇടണം. ഒരു 1/4 ഇഞ്ച് നമ്മുടെ ആ ഹുക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ഇടണം. ഇപ്പുറത്തെ സൈഡിലും ഒരു 3/4 ഇഞ്ച് ഇട്ടാലും നല്ലത് തന്നെയാണ്. അപ്പോൾ അതുപോലെ 6 പീസ് വേണം. ഇപ്പോൾ 4 പീസ് എനിക്ക് മെയിൻ തുണിയിൽ നിന്ന് കിട്ടുള്ളൂ. 2 പീസ് ഞാൻ എക്സ്ട്രാ വേറെ തുണിയിൽ നിന്ന് ഞാൻ ഉള്ളിലേക്കല്ലേ, അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു കേട്ടോ. അങ്ങനെ 6 പീസ്, ഒരു ഭാഗത്തേക്ക് 3 പീസ്. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് ഇതുപോലെ ഞാൻ തയ്ച്ചു കൊണ്ടുവന്നു. അതിൻ്റെ ടക്ക് ഇട്ടുണ്ടായിരുന്നു. ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട കേട്ടോ ടക്ക്. അപ്പോൾ നമ്മളതുപോലെ ചുറ്റും ഞാൻ ഈ വീഡിയോയിൽ തയ്ച്ചു കൊണ്ടുവന്നു കേട്ടോ. അതുപോലെ ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ഒരു ഡാർട്ടിൻ്റെ ഭാഗമല്ലേ, ആ ഭാഗം കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ചുറ്റും ഇത് ലൈനിങ് വെച്ച് യോജിപ്പിച്ചെടുത്തു. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇതുപോലെ ഒന്ന് മടക്കുക. ഇനി നമുക്ക് അവിടെ ഒരു ഡാർട്ടിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ അത് 1.5 ഇഞ്ചാണ് വരിക കണ്ടോ. 1.5 ഇഞ്ചിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. അതിനുശേഷം 3 ഇഞ്ച് ഹൈറ്റിൽ നമ്മളിങ്ങനെ കൊടുക്കുക കണ്ടോ. എന്നിട്ട് നമ്മളതൊന്ന് വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് 2 പാർട്ടിലും ഇതുപോലെ അപ്പുറത്തെ നമ്മുടെ മറ്റേ പാർട്ടില്ലേ അതിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഇതുപോലെ ഇതിലും. അതിനുശേഷം ഞാനത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നു 2 ഭാഗത്തിൻ്റെയും കണ്ടോ. ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നു. ഇനി ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ ഇങ്ങോട്ട് നീക്കി ഒരു വര വരയ്ക്കുക കണ്ടോ. അതുപോലെ ഒരു ലൈൻ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തോട്ടും. അത് നമുക്ക് വേണ്ട, ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട്. അപ്പോൾ നമുക്ക് കണ്ടോ കറക്റ്റ് അവിടെ ഒരു ടക്കായി കിട്ടി കണ്ടോ. അതുപോലെ 2 പാർട്ടിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ കണ്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ മെയിൻ അതിലേക്ക് ഇനി വെച്ച് കൊടുക്കാനാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു 2 പാർട്ടുകളും ഓരോ അതാത് ഭാഗത്തിൽ നമ്മൾ വെച്ച് കൊടുക്കുക കണ്ടോ. അപ്പോൾ കറക്റ്റായിരിക്കും. ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് വലിയ വേരിയേഷൻ ഒന്നും വന്നില്ല. അപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് എടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ 2 ഭാഗം ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനത് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. ഇതുപോലെ ജോയിൻ ചെയ്ത് അതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ആ ടക്ക് കണ്ടില്ലേ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് പാർട്ടായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പോവാണ്. ഷോൾഡേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ബെൽറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബെൽറ്റിൽ 3 ഭാഗം 2 മെയിൻ തുണി ഒരു ലൈനിങ് പോലെ ഒരു ബ്ലാക്ക് എടുത്ത് ഉള്ളിലേക്കല്ല വെക്കുന്നത്. അപ്പോൾ കണ്ടോ ഞാൻ മാറ്റി വെച്ചു. അതിനുശേഷം ഈ 2 എണ്ണം നമ്മൾ ഒരുമിച്ചാക്കാൻ പോവാണ്. അപ്പോൾ ഞാനത് ഒരുമിച്ചാക്കാൻ വേണ്ടി അതിൻ്റെ ചുറ്റോറും നമ്മൾ തയ്ച്ചു കൊടുത്തു അത് ഒന്നാക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഫുള്ളായിട്ട് തയ്ച്ചിട്ടില്ല. നമ്മൾ അങ്ങനെ തയ്ക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തയ്ച്ചിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് അത് 2 ഒന്നാക്കി അതിനുശേഷം നമ്മുടെ ആ ഒരു ബ്ലാക്ക് തുണിയില്ലേ അതെടുത്തിട്ട് അതിൻ്റെ മീതേക്ക് വെക്കുക കേട്ടോ. അപ്പോൾ ആ 2 തുണി ഒന്നാണല്ലോ, ഇത് വേറെയും. അപ്പോൾ ഇതിൻ്റെ മീതയോടെ ഒന്ന് 1/2 ഇഞ്ചിൽ അതുപോലെ തയ്ച്ചെടുക്കുക കണ്ടോ. ഇതുപോലെ നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങോട്ട് മടക്കുക കണ്ടോ. അപ്പോൾ ഇങ്ങോട്ട് മടക്കിയിട്ട് ഇതുപോലെ വെച്ച് അതിൻ്റെ ഒരു ഭാഗമില്ലേ ആ ഭാഗം കണ്ണ ഭാഗം ഇപ്പുറത്തോട്ട് ലൈനിങ്ങിലോട്ട് വരാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ തയ്ക്കേണ്ടത് ആ ബ്ലാക്ക് ഭാഗമില്ലേ ആ ബ്ലാക്ക് ഭാഗത്തോടെ മാത്രം പുറത്തേക്ക് തയ്ക്കരുത്. അറ്റത്തോടെ തയ്ച്ചെടുക്കുക കണ്ടോ. അത് ഞാൻ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ തയ്ച്ചെടുത്തിട്ട് ഇതുപോലെ മടക്കുമ്പോൾ കറക്റ്റ് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ചുറ്റും നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ.
നമ്മൾ സീം അലവൻസ് ഇട്ട പോലെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ദേ കണ്ടില്ലേ, ഇനി നമ്മൾ അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാൻ പോവാണ്. കണ്ടോ? അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗം, ഒരു കൂർത്ത ഭാഗം, അത് കുറച്ച് പുറത്തേക്ക് തള്ളിയിട്ട് വേണം, അല്ലെങ്കിൽ അതവിടെ ബ്ലൗസിൽ കറക്റ്റായിട്ട് ഇരിക്കില്ല. പുറത്തേക്ക് തള്ളിയിട്ട് നമ്മൾ വെക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ബെൽറ്റൊക്കെ കറക്റ്റ് അല്ല, രണ്ടിൻ്റെയും ബെൽറ്റ് വന്നിരിക്കുന്നത് കറക്റ്റ് ആവണം നമ്മുടെ ആ നെക്കിൻ്റെ ഭാഗമൊക്കെ. എന്നിട്ട് അടുത്തത് നമുക്ക് ഇതിൻ്റെ ഹുക്കിൻ്റെ ഭാഗം വെക്കാനാണ്. അപ്പോൾ നമ്മുടെ ഈ ഭാഗം ഹുക്കിൻ്റെ ഭാഗം എടുത്തു 2 ഇഞ്ചിൽ നമ്മളൊരു തുണി എടുത്തിട്ട് പുറത്തുനിന്ന് ഇതുപോലെ വെച്ച് ഞാൻ ഒരു 1/2 ഇഞ്ചിൽ തയ്ച്ചു കേട്ടോ. ഇനി അത് ഉള്ളിലേക്ക് മടക്കി വയ്ക്കാൻ പോവാണ് ഹുക്കിൻ്റെ ഭാഗം. അപ്പോൾ നമ്മളിതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. ഇതുപോലെ ഈസി ആയിട്ട് ചെയ്യാനാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് മൊത്തം ഉള്ളിലേക്ക് പോകണം. കണ്ടോ? ഇതുപോലെ നമ്മൾ തയ്ച്ചെടുക്കാം കേട്ടോ. മൊത്തം ഉള്ളിലേക്ക് പോയല്ലോ, അത് കണ്ടോ? അപ്പോൾ നമുക്ക് അവിടെ ഹുക്ക് വയ്ക്കാനുള്ള ഭാഗം റെഡിയായി. ഇനി നമ്മൾ ഐ വെക്കാനുള്ള ഭാഗം നമ്മൾ കണ്ടോ, അതിൻ്റെ ഉള്ളിലാണ് ഞാൻ വെച്ച് തയ്ച്ചിരിക്കുന്നത്. വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതുപോലെ നമ്മൾ ഉള്ളിലോട്ട് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുക. കണ്ടോ? ആ ഒരു ഭാഗം കുറച്ച് അടിയിൽ കുറച്ച് ഭാഗം കൂടുതൽ ഇടണം കേട്ടോ. നമ്മൾ അടിഭാഗത്തേക്ക് ഇത്തിരി ലെങ്ത്തിൽ കൂടുതൽ നിൽക്കണം. അപ്പോൾ ഇതിൽ മടക്കുമ്പോൾ ഫിനിഷിംഗ് ആയിരിക്കാനാണ്. അപ്പോൾ ഇതുപോലെ 1 ഇഞ്ചിൽ കണ്ടോ, പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരു വരമ്പ് പോലെ വരുന്നത്, അത് അങ്ങനെ വേണം. അപ്പോൾ അത് അതിൻ്റെ ഭാഗത്ത് ഇതുപോലെ വെച്ച് ആ തെറ്റത്തോടെ നമ്മൾ തയ്ച്ചു കൊടുക്കട്ടെ. ആ ഭാഗത്തോടെ നല്ല തയ്ച്ചു കൊടുക്കുക. ഇത് തുണിയാണ് നിൽക്കാത്തത് കൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ഇത് തയ്ച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇതുപോലെ 2 ഭാഗം തയ്ച്ചു കൊടുക്കുന്നു. ഇനി നമുക്ക് ആ ബാക്കിൽ ഒരു പട്ട ഞാൻ പിടിപ്പിക്കുന്നത്, എൻ്റെ ബ്ലൗസിന് അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലെ 2 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുത്തു കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു. കണ്ടോ? ഇതുപോലെ മടക്കിയെടുത്തു. എന്നിട്ട് നമ്മൾ ആ ഒരു 1/2 ഇഞ്ചിൽ, നമുക്ക് 1/2 ഇഞ്ചാണ്, അപ്പോൾ ആ 1/2 ഇഞ്ചിൽ നമ്മൾ അവിടെ വെച്ച് കൊടുക്കുക. കണ്ടോ? അപ്പോൾ 1/2 ഇഞ്ചിൽ നമ്മൾ ആ ഒന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ മൊത്തം തയ്ച്ചു കൊടുക്കുക. 1/2 ഇഞ്ചിൽ ഞാൻ തയ്ച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടോ, ആ വെച്ച ഭാഗം കണ്ടില്ലേ, അതുപോലെ വെക്കുക. എന്നിട്ട് ആ ലൈനിങ്ങിൻ്റെ പച്ച ഭാഗമില്ല, അതിൻ്റെ തെറ്റത്തോടെ മാത്രം അടിച്ചു കൊടുക്കുക കേട്ടോ. അതിന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മടക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിരിക്കും ആ തയ്ച്ച ഭാഗം. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ 1.5 ഇഞ്ചിൽ നമ്മൾ ഇതിൻ്റെ ക്രോസ് പീസ് എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൊത്തം ജോയിൻ ചെയ്ത്. ഞാനിതിൽ കാണിക്കില്ല, വീഡിയോ വളരെ ലെങ്തായി പോവും. എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ ചെയ്യുക അതുപോലെ ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ സ്ലീവ് ഞാൻ ഇങ്ങനെയാണ്. അപ്പോൾ അതിൽ ഞാൻ ചാർട്ട് പേപ്പറിൽ സിമ്പിൾ സ്ലീവാണ് കാണിച്ചത്. പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ആ തുണിയിൽ കുറച്ച് തുണി ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ഇതുപോലെ ചെയ്തു കേട്ടോ. ഇതിൻ്റെ വീഡിയോ വേറെ വേണമെങ്കിൽ ഞാൻ ഇടും. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തു. അപ്പോൾ ഇതിന് ഞാൻ കാണിക്കില്ല ഇതിൽ. എന്നിട്ട് നമ്മൾ ആ സ്ലീവൊക്കെ ജോയിൻ ചെയ്ത് കൊണ്ടുവന്നു. കണ്ടോ? എല്ലാം ഫിനിഷാക്കി കൊണ്ടുവന്നു. ഇനി നമ്മുടെ ആ ബോഡി ഷേപ്പ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. എന്നിട്ട് വരച്ചെടുക്കുക. കണ്ടോ? വരച്ച് എടുക്കുക കേട്ടോ. കണ്ടോ? അപ്പോൾ ഈ എളുപ്പമാണ്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് കിട്ടും. 40 സൈസിന് ഇങ്ങനത്തെ ഈ അളവ് തന്നെയായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ.